ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെറൈറ്റി ഐറ്റം പൊള്ളാച്ചി കൂന്തൽ റോസ്റ്റ്. അപ്പോൾ നമ്മുടെ പൊള്ളാച്ചി സ്റ്റൈൽ കൂന്തൽ റോസ്റ്റിന് വേണ്ടിയിട്ട് 250 ഗ്രാം കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇവനെ നമുക്ക് ആദ്യം ഒന്ന് വേവിക്കണം. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിക്കാനുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. വേവിക്കാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി നമ്മൾ ഇടുക, കുറച്ച് പുളിവെള്ളം ഒഴിക്കും. പുളിവെള്ളം ഇച്ചിരി അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുളിവെള്ളം ഒഴിക്കണം. നമ്മൾ അതിൻ്റെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്തതാണ്. കുറച്ച് ഉപ്പോടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം. ചതച്ചിടുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ചതച്ച ചുവന്നുള്ളി ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. എല്ലാ വീട്ടിലും ചുവന്നുള്ളി ഏറ്റവും നല്ലതാണ് ശരീരത്തിന്. അടുത്തതായി നമ്മൾ ഇടുന്നതാണ് പച്ചമുളക്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കീറി, എരിവ് വേണ്ടവർക്ക് കൂടുതലിടാം. ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 മുറി സവോള സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളി കേട്ടോ. ഒരു 2 മുറി തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയ തക്കാളി ആയിട്ട് എടുക്കുക, നല്ല പഴുത്ത തക്കാളി എടുക്കണേ. ചെറിയൊരു പുളിയും മധുരവും എരിവും കൂടിയതാണ് പൊള്ളാച്ചി കൂന്തൽ റോസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിലേക്കിട്ട തക്കാളി വാടി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പം തന്നെ നല്ലൊരു കളറായിട്ടുണ്ട്. നോക്കിയേ, നല്ല റെഡിഷ് കളർ. ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നതാണ് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അടുത്തതായിട്ട് ലേശം എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി. പൊടിക്ക് ഗരം മസാല ഫ്ലേവറിനാട്ടോ നമ്മൾ ആഡ് ചെയ്യണേ. ഗരം മസാല ഇഷ്ടമല്ലാത്തവർക്ക് ആഡ് ചെയ്യേണ്ട, അല്ലാണ്ട് നമുക്ക് അത് ഉണ്ടാക്കാം. ഗരം മസാല ഇടുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ച് കയറി കഴിഞ്ഞു. നമ്മൾ ഇതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നതാണ് കൂന്തൽ. നമ്മൾ വേവിച്ച് വെച്ചേക്കനെയാണ്, ഹാഫ് ബോയിലാണ്. ലേശം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആഹാ, കൂന്തലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്നുണ്ട്. ഇത് പിടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇതിലേക്ക് ഒഴിക്കുന്നത്. നന്നായിട്ടൊരു സോട്ട് ചെയ്യണം, മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കണം. ഇപ്പോൾ തന്നെ കണ്ടോ, കൂന്തലിങ്ങനെ മസാലയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 മുറി തേങ്ങാപ്പാൽ എടുത്തതാണ് ആഡ് ചെയ്യുകയാണ്. നല്ല രുചിക്കും നല്ല ഗ്രേവി ടൈപ്പിനും വേണ്ടിയിട്ടാണ്, സെമി ഗ്രേവി ടൈപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ഒഴിക്കുന്നത്. നല്ല സെമി ഗ്രേവി ആയിട്ട് കിട്ടും കണ്ടോ. അപ്പോൾ നമ്മുടെ പൊള്ളാച്ചി സ്റ്റൈൽ കൂന്തൽ റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഹാ, ചപ്പാത്തിക്ക് പറ്റിയ കോമ്പിനേഷനാണ്. പെറോട്ടയ്ക്കും അപ്പത്തിനൊക്കെ പറ്റിയ. ലൈറ്റായിട്ട് എരിവുമുണ്ട്, പൊടിയുണ്ട്, മധുരമുണ്ട്. അപ്പോൾ പിള്ളേർക്കായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതിൻ്റെ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.